തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനമിടിച്ച് 59കാരൻ മരിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക്. പ്രതിയായ SHO അനിൽകുമാർ ഒളിവിൽ തുടരുന്നു. അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്ന സൂചന. ലക്ഷ്യമായി അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി നിർത്താതെ പോയതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കും. കഴിഞ്ഞ 7-ാം തീയതിയാണ് അനിൽകുമാറിന്റെ വാഹനമിടിച്ച് രാജൻ മരിച്ചത്. അപകടമുണ്ടാക്കി നിർത്താതെ പോയ കാറ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹന ഉടമയെ കണ്ടെത്തിയത്. വാഹനം ഓടിച്ചത് താനാണെന്ന് അനിൽകുമാർ സമ്മതിച്ചിരുന്നു. കിളിമാനൂരിൽ വാഹനമിടിച്ച് 59കാരൻ മരിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക്. പ്രതിയായ SHO അനിൽകുമാർ ഒളിവിൽ തുടരുകയാണ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അലക്ഷ്യമായി അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി നിർത്താതെ പോയതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കും. കഴിഞ്ഞ 7-ാം തീയതിയാണ് അനിൽകുമാറിന്റെ വാഹനമിടിച്ച് രാജൻ മരിച്ചത്. അപകടമുണ്ടാക്കി നിർത്താതെ പോയ കാറ് പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹന ഉടമയെ കണ്ടെത്തിയത്. വാഹനം ഓടിച്ചത് താനാണെന്ന് അനിൽകുമാർ സമ്മതിച്ചിരുന്നു.